നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഭൂമിശാസ്ത്രത്തിലെ ഋതുഭേദങ്ങൾ എന്ന് പറയുന്ന ഒരു ഭാഗമാണ് അല്ലേ. ഋതുഭേദങ്ങളെന്ന് പറയുമ്പോൾ നമുക്കറിയാം കാലാവസ്ഥ, വിവിധ തരത്തിലുള്ള കാലാവസ്ഥ നമ്മൾ അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ആ കാലാവസ്ഥയ്ക്ക് നിദാനമാകുന്ന സംഭവ വികാസങ്ങൾ എന്തെല്ലാമെന്ന് ചെറിയ രീതിയിലൊന്നും മനസ്സിലാക്കാനുള്ളൊരു പരിശ്രമമാണ് നമ്മളിവിടെ നടത്തുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കിൻ്റെ പേര് നമ്മൾ പറഞ്ഞു കളഞ്ഞു, ഋതുഭേദങ്ങൾ എന്നാണ് പറയുന്നത്. ഈ ഋതുഭേദങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെ എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാണ് ഉത്തരം അല്ലേ. സൂര്യപ്രകാശം നമ്മളെല്ലാവരും അനുഭവപ്പെടുന്ന ഒരു വസ്തുതയാണ്. ഈ സൂര്യപ്രകാശത്തിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളുണ്ട്. കൂടാം, കുറയാം, ഒരു ഇടപ്പെട്ട രീതിയിൽ വരാം. അപ്പോൾ അങ്ങനെയുള്ള ആ ഏറ്റക്കുറച്ചിലുകളെയാണ് നമ്മൾ ഋതുഭേദങ്ങൾക്ക് കാരണമായ സംഭവം എന്ന് പൊതുവെ വിശേഷിപ്പിക്കാറുള്ളത്. അപ്പോൾ സൂര്യപ്രകാശത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകൾക്ക് കാരണമാകുന്നത് എന്തെന്നറിയണം, എങ്കിലല്ലേ ഋതുഭേദങ്ങൾക്ക് കാരണമാകുന്നത് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഋതുഭേദങ്ങൾ നമുക്കറിയില്ലേ, വേനൽക്കാലമുണ്ട് അല്ലെ, മഴക്കാലമുണ്ട്, മഞ്ഞുകാലമുണ്ട് അല്ലെ, അങ്ങനെ പലതരത്തിലുള്ള കാലങ്ങൾ നമ്മൾ അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാത്തിനും കാരണം എന്താണ്? സൂര്യൻ്റെ പ്രകാശം അല്ലെങ്കിൽ സൗരോർജ്ജത്തിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലാണ് ഇതിനെല്ലാത്തിനും കാരണമായിട്ടുള്ളത്. അപ്പോൾ അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം അല്ലെ. ഈ ഏറ്റക്കുറച്ചിലിന് കാരണമായിട്ടുള്ളത് എന്താണ്? ഒന്ന്, ഭൂമിയുടെ പരിക്രമണം എന്ന് പറയുന്നതാണ് അല്ലെ. പരിക്രമണം എന്ന് പറയുന്നത് നമുക്കറിയാം, അതായത് ഒരു ഓർബിറ്റിലൂടെയാണ് ഭൂമി, അതായത് ഇപ്പോൾ സൂര്യനാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് സൂര്യനാണെങ്കിൽ സൂര്യൻ ചുറ്റും ഭൂമി പരിക്രമണം നടന്നത് ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുന്ന ഒരു ഓർബിറ്റിലൂടെയാണ്. അത് അതിൻ്റെ സ്വന്തമായ ഒരു അച്ചുതണ്ടിലൂടെയുമാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് പറയുന്നത് അല്ലേ. 23.5 ഡിഗ്രി ചെരിഞ്ഞുള്ള ഒരു അച്ചുതണ്ട് നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ സൂചിപ്പിച്ചതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു അച്ചുതണ്ടിലൂടെ ഈ ഭൂമി സൂര്യന് പ്രദക്ഷിണം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കൃത്യം വൃത്ത ആകൃതിയിലുള്ള ഒരു പരിക്രമണ വഴിയല്ല ഭൂമിക്കുള്ളത് അല്ലേ. ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ പറ്റും. ഒരു ഏറിയയും കുറഞ്ഞുമൊക്കെ കിടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ സൂര്യനും ഭൂമിയും തമ്മിൽ ചില സന്ദർഭങ്ങളിൽ വളരെ അടുത്തു വരാം, ചില സന്ദർഭങ്ങളിൽ വളരെയധികം അകന്നു പോവുകയും ചെയ്യാം. അങ്ങനെ അകന്നു പോവുകയും അടുത്തു പോവുകയും ചെയ്യുന്ന പ്രതിഭാസങ്ങളുള്ളപ്പോൾ സൂര്യനിൽ നിന്നും ഭൂമിക്ക് ലഭിക്കുന്ന ചൂടിലും ഊഷ്മാവിലും അതുപോലെ തന്നെ എന്തായിരിക്കാം, താപത്തിലുമെല്ലാം നല്ല വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഭൂമിയും സൂര്യനും തമ്മിൽ ഏറ്റവും അടുത്ത് വരുന്ന ഒരു അവസ്ഥാവിശേഷമുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൂര്യ സമീപകം എന്ന് വിശേഷിപ്പിക്കുന്നത്. അതായത് 147 ദശലക്ഷം കിലോമീറ്ററുകൾ ആണ് സൂര്യനും ഭൂമിയും ഏറ്റവും അടുത്ത് വരുമ്പോഴുള്ള ഒരു അകലം എന്ന് പറയുന്നത്. ഇത് സംഭവിക്കുന്നത് എല്ലാ വർഷവും ഏകദേശം ഒരു ജനുവരി 3 നടന്നില്ലെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത ദിവസമായ ജനുവരി 4 ഇത് മാറ്റപ്പെടാം. അതായത് അതിവർഷമുള്ള ആ വർഷമാണെന്നുണ്ടെങ്കിൽ അത് 4-ാം തീയതിയിലേക്ക് വേണമെങ്കിൽ മാറ്റപ്പെടാവുന്നേ ഉള്ളൂ. ഇനിയോ, അപ്പം അങ്ങനെ നോക്കിയാൽ ഇത് ഇവിടെയാണ് ഏറ്റവും അടുത്ത് വരുന്നത് കണക്കാക്കുക. ഇനി സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് ഇങ്ങനെ കൂടി വരും. അതായത് ഇവിടെ ഇച്ചിരി അകലം കൂടും, അപ്പോൾ ഇവിടെയാണെന്ന് സങ്കല്പിക്കുക. അങ്ങനെ വരുന്ന അവസ്ഥാവിശേഷത്തെ നമ്മൾ വിളിക്കുന്ന പേരെന്നറിയാവോ? സൂര്യോച്ഛൻ അല്ല എന്നാ വിളിക്കണം അല്ലെ. സൂര്യോച്ഛം എന്ന് വിളിക്കുന്നു. ഇത് എല്ലാ വർഷവും ഏകദേശം ഒരു ജൂലൈ 4 എന്ന് പറയുന്ന ഒരു കാലഘട്ടം ആകുമ്പോഴാണ് വരുന്നത്. അപ്പോൾ സൂര്യ ഉച്ഛം എന്ന് പറഞ്ഞ ഒരു സമയമുണ്ട്, ജൂലൈ മാസം 4-ാം തീയതിയാണ്. ഇതിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് അബ്ഹിലിയൻ എന്ന് പറയുന്ന ഒരു പദം പ്രയോഗിച്ചാണ്. അബ്ഹിലിയൻ സംഭവിക്കുന്ന ജൂലൈ മാസം 4-നാണെങ്കിൽ ഈ അബ്ഹിലിയൻ സമയത്ത് എത്രയായിരിക്കും സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം? അതാണ് ഏകദേശം ഒരു 152 ദശലക്ഷം കിലോമീറ്ററുകളാണ്. അപ്പോൾ 152 ദശലക്ഷം കിലോമീറ്ററുകൾ അകലത്തിൽ ഭൂമിയും സൂര്യനും തമ്മിലുള്ളപ്പോൾ ആണ് സൂര്യോച്ഛം അഥവാ അബ്ഹിലിയൻ സംഭവിക്കുന്നത്. 147 ദശലക്ഷം കിലോമീറ്റർ ഈ പറയുന്ന സൂര്യനും ഭൂമിയും ഉള്ളപ്പോഴാണ് സൂര്യസമീപകം സംഭവിക്കുന്നത്. അപ്പോൾ സൂര്യസമീപകം ഉള്ളപ്പോൾ ചൂട് കൂടുതലും സൂര്യോച്ഛമുള്ളപ്പോൾ എങ്ങനെയായിരിക്കും, ചൂട് കുറവുമായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഇങ്ങനെ ഈ സൂര്യൻ്റെ ഈ അകന്നു പോകുന്ന അവസ്ഥ, സൂര്യൻ്റെ പ്രകാശം ഭൂമിക്ക് ലഭിക്കുന്നതിൽ വ്യതിയാനം ഉണ്ടാക്കുന്നു. ഈ വ്യതിയാനമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സൗരോർജ്ജത്തിൽ ഏറ്റക്കുറച്ചിലുണ്ടാക്കുന്നത്. ഈ ഏറ്റക്കുറച്ചിലുകളാണ് യഥാർത്ഥത്തിൽ ഋതുഭേദത്തിന് കാരണമായിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ അച്ചുതണ്ടിൻ്റെ ചരിവ് എന്ന് പറയുന്നത് വളരെ നിർണായകമാണ് അല്ലെ. അച്ചുതണ്ടിൻ്റെ ചരിവ് വെച്ചാൽ നേരെയല്ല നിൽക്കുന്ന, ഒരുവിധം ചരിഞ്ഞാണ് നിൽക്കുന്നത്. അതുകൊണ്ട് സൂര്യപ്രകാശം ഏൽക്കുന്ന ഭാഗം എന്ന് പറയുന്നത് എപ്പോഴും ചില പ്രത്യേക ഭാഗങ്ങളിലായിരിക്കും. ചില പ്രത്യേക ഭാഗങ്ങളിൽ സൂര്യപ്രകാശം ലഭിക്കണമെന്ന് പോലുമില്ല. അച്ചുതണ്ടെന്ന് പറയുമ്പോൾ ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭാഗത്ത് മാത്രമേ കിട്ടുകയുള്ളൂ. ഈ അച്ചുതണ്ട് കുത്തിരിക്കുന്ന ആ ധ്രുവപ്രദേശങ്ങളിൽ സൂര്യപ്രകാശം നേരിട്ട് കിട്ടണമെന്നില്ല. അതുകൊണ്ട് അവിടെയും വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും അല്ലേ. അതുപോലെ നമ്മൾ നോക്കിയാൽ എന്തായിരിക്കാം, അയനാന്തം എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മൾ നോക്കിയാൽ നമുക്ക് പറയാൻ പറ്റും അല്ല. എന്തായിരിക്കാം, എങ്ങനെയായിരിക്കാം അയനാന്തം സംഭവിക്കുക അല്ലേ. അതാണ് നമ്മളിന് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കാം അല്ലേ, എങ്ങനെയായിരിക്കുമെന്ന് ഒന്ന് വരച്ച് നോക്കാം.
ഇപ്പോൾ ഇവിടെ ഭൂമി ഇങ്ങനെ നിൽക്കുകയാണ്. ഇതാണ് ഭൂമി എന്ന് കൂട്ടുക അല്ലേ. അയനം എന്ന് വെച്ചാൽ നമുക്കറിയാം സൂര്യൻ്റെ സഞ്ചാരത്തിനെയാണ് നമ്മൾ പറയുന്നത്. ഭൂമിക്ക് നമ്മൾ സാങ്കല്പികമായിട്ട് 2 ഭാഗമാക്കി തിരിക്കാറുണ്ട്. ഒന്ന് ഉത്തരാർദ്ധഗോളം അല്ലേ, ഇതാണ് നോർത്ത് ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞ ഉത്തരാർദ്ധഗോളം. ഇത് സദേൺ ഹെമിസ്ഫിയർ എന്ന് പറയുന്ന ദക്ഷിണാർദ്ധഗോളമാണ്. ഇതിന് രണ്ടിനെയും തമ്മിൽ സാങ്കല്പികമായിട്ട് വിഭജിക്കുന്ന ഒരു രേഖയാണ് ഭൂമധ്യരേഖ അഥവാ ഇക്വേറ്റർ എന്ന് പറയുന്ന രേഖ, അല്ലെങ്കിൽ 0 ഡിഗ്രി അക്ഷാംശ രേഖ അഥവാ ലാറ്റിറ്റ്യൂഡ് എന്ന് നമ്മൾ പേരിട്ട് വിശേഷിപ്പിക്കുന്ന രേഖ. അപ്പോൾ ഇതിനും പുറത്തുള്ള ഭാഗം ഉത്തരാർദ്ധഗോളം, ഇപ്പുറത്തുള്ള ഭാഗം ദക്ഷിണാർദ്ധഗോളം അല്ല. ഇത് ദക്ഷിണാർദ്ധഗോളമാണ്, ഇത് ദക്ഷിണ അർദ്ധഗോളമാണെങ്കിൽ ഇത് ഉത്തരാർദ്ധഗോളമാണ്. അപ്പോൾ ഈ ഉത്തരാർദ്ധഗോളത്തിലേക്കും ദക്ഷിണാർദ്ധഗോളത്തിലേക്കും സൂര്യൻ്റെ പ്രകാശം എന്ന് പറയുന്നത് ഒരേ സമയത്ത് ഒരേപോലെ ഒരിക്കലും അനുഭവപ്പെടുകയില്ല. ഉത്തരാർദ്ധഗോളവും ദക്ഷിണാർദ്ധഗോളത്തിലും ഒരേ സമയത്ത് അനുഭവപ്പെടാത്തതിൻ്റെ കാര്യം വേറൊന്നുമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ആ എലിപ്റ്റിക്കൽ ഓർബിറ്റ് എന്ന് പറയും. ഇപ്പം ഇത് സൂര്യൻ, ഇപ്പം നിങ്ങളും ഞാനും തമ്മിലിരിക്കുന്ന സൂര്യനാണെന്ന് വയ്ക്കുക. ഇപ്പം ഇതേ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു കുഴപ്പവുമില്ല, കൃത്യമായിട്ട് വെട്ടം കിട്ടും. പക്ഷേ ഈ പോകുന്ന പാത ചിലപ്പോൾ താണതാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, സൂര്യൻ ഇങ്ങനെ താഴുമ്പോൾ എന്താണ്, ഇവിടെ വെട്ടം കിട്ടുള്ളൂ. സൂര്യൻ ഇങ്ങനെ പൊങ്ങുന്നു, അപ്പോൾ ഇവിടെ വെട്ടം കിട്ടുള്ളൂ. അപ്പോൾ ഈ പ്രകാശം എന്ന് പറയുന്നത് പതിക്കുന്നതിൽ ഏറ്റക്കുറച്ചിലുണ്ടാവും. അപ്പോൾ ഈ ഭൂമി സൂര്യന് സമാന്തരമായിട്ട് ഇങ്ങനെ പോകുമ്പോൾ ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ സംഭവിക്കും, ഈ പാത താഴും. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ഉത്തരാർദ്ധഗോളം എന്ന് പറയുന്നത് ഇവിടെ വരുന്നു, ദക്ഷിണാർദ്ധഗോളം അതിന് താഴെയും വരുന്നു. അപ്പോൾ ഉത്തരാർദ്ധഗോളത്തിലായിരിക്കും കുറേ നേരം സൂര്യൻ്റെ പ്രകാശം കിട്ടിക്കൊണ്ടിരിക്കുക. അതായത് ഭൂമി താഴുമ്പോൾ സൂര്യൻ കറക്റ്റ് ഇവിടെ വരും. അപ്പോൾ ഈ ഭാഗത്ത് അല്ലേ ഒരു പകുതിയിൽ കൃത്യമായിട്ട് ലംബമായിട്ട് കിട്ടും, ഇപ്പുറത്തെ പകുതിയിലോ ഈ തിരശ്ചീനമായിട്ട് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് സൂര്യൻ അഭിമുഖമായിട്ട് വരുന്നത് ഏത് അർദ്ധഗോളമാണോ അവിടെ സൂര്യപ്രകാശം നേരിട്ട് കിട്ടും. അല്ലാത്ത ഭാഗത്ത് സൂര്യപ്രകാശം എന്ത് ചെയ്യും, ചെരിഞ്ഞ് പോകും. ഇനി കുറച്ച് കഴിയാൻ നേരത്ത് കറങ്ങി വീണ്ടും വന്ന് കഴിയാൻ നേരം സംഭവിക്കും, ഈ സഞ്ചാരപാതയ്ക്ക് വ്യത്യാസമുണ്ട്. സഞ്ചാരപാത കുറച്ച് പൊങ്ങിക്കഴിയുമ്പോൾ സംഭവിക്കും, പൊങ്ങിക്കഴിയുമ്പോൾ സൂര്യന് മാറ്റമില്ല, സൂര്യൻ്റെ പൊസിഷൻ ഇവിടെ വരും, ഭൂമിയാണ് പൊങ്ങിയത്. അപ്പോൾ ഇവിടെ നേരിട്ട് പ്രകാശം കിട്ടും, ഇങ്ങോട്ടുള്ളവർക്ക് ചെരിഞ്ഞും കിട്ടും. കൃത്യമായിട്ട് പറഞ്ഞാൽ എന്താണ്, നമ്മൾ നേരത്തെ വരച്ച എലിപ്റ്റിക്കൽ ഓർബിറ്റ് ആയതുകൊണ്ട് അങ്ങനെയാണ് ഇതിൻ്റെ കിടപ്പ്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും, ഒരു പകുതിയിൽ എപ്പോഴും സൂര്യപ്രകാശം ലംബമായിട്ട് കിട്ടും, നേരിട്ട് കിട്ടുമ്പോൾ മറുപകുതിയിൽ എപ്പോഴും തിരശ്ചീനമായിട്ടുമാണ് കിട്ടുന്നത്. അപ്പോൾ സൂര്യൻ എന്ന് പറയുന്നയാൾ ഇവിടെയും നിൽക്കും, ഇവിടെയും നിൽക്കും, ഇവിടെയും നിൽക്കും, ഇവിടെയും നിൽക്കും. ഇങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു വർഷത്തിൽ പകുതി കാലഘട്ടം, അതായത് 6 മാസം എന്ന് പറയുന്നത് സൂര്യൻ്റെ സ്ഥാനം ഉത്തരാർദ്ധഗോളത്തിലാണെങ്കിൽ 6 മാസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അടുത്ത 6 മാസം എന്ന് പറയുന്നത് സൂര്യൻ്റെ സ്ഥാനം ദക്ഷിണ അർദ്ധഗോളത്തിലാണ്. അപ്പോൾ 6 മാസം ഉത്തരാർദ്ധഗോളത്തിൽ, 6 മാസം ദക്ഷിണാർദ്ധഗോളത്തിൽ. അപ്പോൾ 6 മാസം ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലുമായിട്ട് സൂര്യൻ 2 തവണ ചെലവഴിച്ച് വരുമ്പോൾ ഒരു വർഷം പൂർത്തിയാവുന്നു അല്ലേ. അപ്പോൾ സൂര്യൻ്റെ സഞ്ചാരപാത എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ അടയാളപ്പെടുത്താൻ പറ്റും. അതായത് ദക്ഷിണായന രേഖ എന്ന് പറഞ്ഞൊരു രേഖയുണ്ട്. തെക്കോട്ട് വന്നാൽ ദക്ഷിണായന രേഖ കടന്നൊരിക്കലും സൂര്യൻ പോവാറില്ല. ഇനി വടക്കോട്ടാണെങ്കിലോ ഉത്തരായന രേഖ എന്നും പറഞ്ഞ് മറ്റൊരു രേഖയും ഇവിടെയുണ്ട്. വടക്കോട്ട് പോയാൽ ഉത്തരായന രേഖ കടന്ന് സൂര്യൻ പോവുകയില്ല. അപ്പോൾ ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും കടന്നാണ് സൂര്യൻ്റെ സഞ്ചാരപഥ. അപ്പോൾ സൂര്യൻ്റെ സഞ്ചാരം എന്ന് പറയുന്നത് ഈ രേഖകൾക്ക് ഇടയിലാണ്. അപ്പോൾ കൃത്യമായി നോക്കിക്കഴിഞ്ഞാൽ ഈ സൂര്യൻ ഉത്തരായന രേഖയിൽ വരും, നേരെ ദക്ഷിണായന രേഖയിലും വരും, വീണ്ടും ഉത്തരായന രേഖയിലേക്ക് എത്തുമ്പോൾ ഒരു വർഷം പൂർത്തിയാവും. അപ്പോൾ ഉത്തരായന രേഖയ്ക്ക് മുകളിൽ വർഷത്തിൽ ഒരു ദിവസം മാത്രമേ ഉള്ളൂ. അത് ഏത് ദിവസമാണെന്ന് നോക്കിയാൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. ജൂൺ മാസം 21 സൂര്യൻ ഉത്തരായന രേഖയ്ക്ക് മുകളിൽ നിൽക്കുന്നത്. അപ്പോൾ സൂര്യൻ ഉത്തരായന രേഖയ്ക്ക് മുകളിൽ നിൽക്കുമ്പോൾ ആ ഉത്തരായന രേഖ നിലനിൽക്കുന്നത് ഉത്തരാർദ്ധഗോളത്തിലായതുകൊണ്ട് അവിടെയുള്ള ജനങ്ങളുടെ പ്രത്യേകത നമ്മളും അറിയണം അല്ലേ. ഇവർക്ക് ഏറ്റവും കൂടുതൽ ചൂട് ലഭിക്കും, ശരിയല്ലേ, ചൂട് ലഭിക്കും. അതേപോലെ ഇവർക്ക് അനുഭവപ്പെടുന്ന എന്തായിരിക്കാം, അവർക്ക് അനുഭവപ്പെടുന്നത് ഏറ്റവും ദൈർഘ്യമേറിയ പകൽ അവർക്ക് അനുഭവപ്പെടും. അവരുടെ രാത്രിക്ക് ദൈർഘ്യം എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അപ്പം രാത്രി കുറവ്, പകൽ കൂടുതൽ, ചൂട് കൂടുതൽ. അതാണ് ഈ സൂര്യൻ എന്നത് ജൂൺ 21 എവിടെ എത്തുമ്പോൾ, ഇവിടെ എത്തുമ്പോൾ നമുക്ക് കിട്ടുന്നത് അല്ലേ. അപ്പോൾ ഉത്തരായന രേഖയ്ക്ക് മുകളിൽ അല്ലേ സൂര്യൻ എത്തുമ്പോൾ നമ്മൾ അതിനെ പറയുന്ന പേരാണ്, ഏതാണ് പറയുന്നത്, സമ്മർ സോൾസ്റ്റേസ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് അല്ലേ. സമ്മർ സോൾസ്റ്റേസ്, അതായത് സമ്മർ സോൾസ്റ്റേസ് എന്ന് വിശേഷിപ്പിക്കുന്നു. അതായത് വേനലിലെ വിഷുവം എന്നാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഗ്രീഷ്മ വിഷുവം എന്ന് വിശേഷിപ്പിക്കുന്നു. അപ്പോൾ ഈ ജൂൺ 21 ഇവിടെ നിൽക്കുന്ന സൂര്യൻ 6 മാസങ്ങൾക്ക് ശേഷം മാത്രമേ ഇവിടെ എത്തുള്ളൂ. അപ്പോൾ ഇവിടെ എത്തുന്നത് എന്നാണ്, ഡിസംബർ 22 ഇവിടെ എത്തുന്നത്. അപ്പം ഡിസംബർ 22 സൂര്യൻ ദക്ഷിണായന രേഖയ്ക്ക് മുകളിലെത്തുമ്പോൾ ദക്ഷിണാർദ്ധഗോളത്തിൻ്റെ പ്രത്യേകത, ദക്ഷിണാർദ്ധഗോളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ദിവസം.
അപ്പോൾ ക്രിസ്മസ് വേനൽക്കാലത്ത് ആഘോഷിക്കുന്ന രാജ്യങ്ങൾ എവിടെയുള്ളതാണെന്ന് മനസ്സിലായല്ലോ. ഇതാ ഇവിടെ ദക്ഷിണായന രേഖയോട് ചേർന്ന് കിടക്കുന്ന രാജ്യങ്ങളാണ് ക്രിസ്മസ് വേനൽക്കാലത്ത് ആഘോഷിക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഇവിടെയുള്ളത് എന്താണ്? വേനൽ ഇവിടെ വരികയാണ് ഡിസംബർ 22-ന്. ഇവർക്ക് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ദിവസം ക്രിസ്മസ് ദിനമാണ്. പകലിന് ദൈർഘ്യം കൂടുതൽ അനുഭവപ്പെടുന്ന ദിവസം ക്രിസ്മസ് ദിനമാണ്. രാത്രി ഏറ്റവും കുറവ് അനുഭവപ്പെടുന്ന ദിവസം ക്രിസ്മസ് ദിനമാണ്. ആർക്ക്? ദക്ഷിണായന രേഖ കടന്നു പോകുന്ന ദക്ഷിണാർദ്ധ ഗോളത്തിലുള്ള ആളുകൾക്ക്. എന്നാൽ ഇതേ സമയം ഉത്തരാർദ്ധ ഗോളത്തിൽ എങ്ങനെയായിരിക്കും? രാത്രി കുറവായിരിക്കും, തണുപ്പ് കൂടുതലായിരിക്കും, സൂര്യൻ്റെ പ്രകാശം എന്ന് പറയുന്നത് വളരെ കുറച്ചുവേ ലഭിക്കുകയുള്ളൂ, തണുപ്പാണെങ്കിൽ വളരെ കൂടുതലുമായിരിക്കും. അതാണ് ഉത്തരാർദ്ധ ഗോളത്തിൽ നമ്മളുടെയൊക്കെ അവസ്ഥ. അതാണ് നമ്മൾ ക്രിസ്മസ് മഞ്ഞുകാലത്ത് ആഘോഷിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കി ഡിസംബർ 22-ന് ഇവിടെ, ജൂൺ 21-ന് ഇവിടെ. അപ്പോൾ അവിടെയും ഇവിടെയും പോകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? സൂര്യനെയും നടുക്കുള്ള രേഖ കടന്നു പോയി മതിയാവുകയുള്ളൂ. അപ്പോൾ ഡിസംബർ 22-ാം തീയതി ദക്ഷിണായന രേഖയിൽ നിന്ന് ഉത്തരായന രേഖ ലക്ഷ്യമാക്കി നീങ്ങുന്ന സൂര്യൻ ഇവിടെ എത്തുമ്പോൾ ഏതായി? ജാനുവരി, ഫെബ്രുവരി, മാർച്ച് അല്ലെ, മാർച്ച് മാസം 21-ആയി. മാർച്ച് മാസം 21-ാം തീയതി സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് മുകളിലെത്തി. ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ സൂര്യൻ എത്തുമ്പോൾ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? രണ്ടിടത്തേക്കും തുല്യമായിട്ട് സൂര്യപ്രകാശം ചെല്ലുകയുള്ളൂ അല്ലേ. ഇക്വിനോക്സിസ് എന്നാണ് നമ്മളതിനെ വിശേഷിപ്പിക്കുന്നത്, ഇക്വിനോക്സിസ്. അപ്പോൾ സൂര്യപ്രകാശം രണ്ട് സ്ഥലത്തേക്കും തുല്യമായിട്ട് ചെല്ലുന്ന അവസ്ഥ, അതിനെയാണ് വിഷുവം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്, വിഷുവം. അപ്പോൾ അങ്ങനെ മാർച്ച് 21-ആണ് വിഷുവം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ആ മാർച്ച് 21 മുതൽ വീണ്ടും സൂര്യൻ സഞ്ചരിച്ച് ജൂൺ 21-ന് ഇവിടെ ചെല്ലും. അപ്പോൾ 3 മാസം സൂര്യൻ എടുത്തു ഇങ്ങോട്ടേക്ക്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്താൻ എത്ര മാസം എടുത്തു? 3 മാസം എടുത്തു. അങ്ങനെ ജൂൺ 21-ന് ഉത്തരായന രേഖയിൽ ചെല്ലുന്ന സൂര്യൻ വീണ്ടും ദക്ഷിണായന രേഖയിലേക്ക് പോരാനായിട്ട് അവിടുന്ന് ജൂൺ 22-ാം തീയതി സഞ്ചാരം ആരംഭിക്കുന്നു. അപ്പോൾ എത്ര എത്തി? സെപ്റ്റംബർ മാസം 23-ആയി. അപ്പോൾ സെപ്റ്റംബർ മാസം 23-ാം തീയതി വീണ്ടും ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ വന്നു. അപ്പോൾ ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ സൂര്യൻ വർഷത്തിൽ 2 തവണ വരും. അതുകൊണ്ട് നമുക്ക് സൂര്യൻ്റെ പ്രകാശം 2 അർദ്ധഗോളത്തിലും തുല്യമായിട്ട് ലഭിക്കുന്ന ഇക്വിനോക്സിസ് അഥവാ വിഷുവങ്ങൾ എന്ന് പറയുന്നത് 2 എണ്ണമുണ്ട് അല്ലേ, 2 എണ്ണമുണ്ട്. വസന്ത വിഷുവും ഗ്രീഷ്മ വിഷുവും എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്നതാണ് അല്ലേ. അപ്പോൾ അങ്ങനെ 2 വിഷുവങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ വിഷുവം എന്ന് പറയുന്നത് ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ സൂര്യൻ എത്തുന്ന അവസ്ഥാവിശേഷത്തിനാണ് നമ്മൾ വിഷുവം എന്ന് വിശേഷിപ്പിക്കുന്നത്. എന്നാൽ അയനാന്തം എന്ന് പറയുന്ന ഒരു പ്രത്യേകതയുണ്ട്. അയനാന്തത്തിന് നമ്മൾ പറയുന്ന ഒരു സോൾസ്റ്റേസ് എന്നാണ് പറയുന്നത്, സോൾസ്റ്റേസ്. ആ സോൾസ്റ്റേസ് ഉത്തരാർദ്ധഗോളത്തിൽ സംഭവിക്കാറുണ്ട്, ദക്ഷിണാർദ്ധഗോളത്തിൽ സംഭവിക്കാറുണ്ട്. ഉത്തരാർദ്ധഗോളത്തിൽ സംഭവിക്കുന്ന സോൾസ്റ്റേസ് വേനൽക്കാലത്താണ്. അതുകൊണ്ട് നമ്മളതിനെ വിളിക്കുന്ന പേരെന്താണ്? സമ്മർ സോൾസ്റ്റേസ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്, ജൂൺ മാസം 21-ാം തീയതി. അതേപോലെ ദക്ഷിണാർദ്ധഗോളത്തിൽ സോൾസ്റ്റേസ് സംഭവിക്കുന്ന ഒന്നാണ് ഡിസംബർ മാസത്തിലാണ്. ഡിസംബർ മാസത്തിൽ ദക്ഷിണാർദ്ധഗോളത്തിലുള്ള ആൾക്കാർക്ക് വേനലാണെങ്കിലും ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിൽ ഉത്തരാർദ്ധഗോളത്തിലുള്ള ആളുകൾക്ക് അത് തണുപ്പായതുകൊണ്ട് അവർ ഡിസംബർ 22-ന് വിശേഷിപ്പിക്കുന്നത് വിൻ്റർ സോൾസ്റ്റേസ് അഥവാ ശൈത്യ അയനാന്തം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ നോക്കിയാൽ നമുക്ക് പറയാൻ പറ്റും എന്തായിരിക്കും? മാർച്ച് 21-ഉം സെപ്റ്റംബർ 23-നെയും നമ്മൾ വിശേഷിപ്പിക്കുന്നത് സമരാത്രി ദിനങ്ങളാണെന്നും അത് എന്താണ്? വിഷുവങ്ങളാണ് എന്നുമാണ് നമ്മൾ പറയുന്നത്. സമരാത്രി ദിനങ്ങളാണെന്നും വിഷുവങ്ങളാണെന്നും നമുക്കത് പറയാൻ പറ്റും അല്ലേ. ഇനി അതേപോലെ നമ്മൾ നോക്കിയാലോ, മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ സൂര്യൻ എവിടെയാണ്? ഉത്തരായന രേഖയെ സഞ്ചാരമാക്കിക്കൊണ്ട് പോവുകയാണെങ്കിൽ ഉത്തരാർദ്ധ ഗോളത്തിലാണ്. അതുകൊണ്ട് സൂര്യൻ്റെ ചൂടും പ്രകാശവും അവിടെ കൂടുതൽ അനുഭവപ്പെടുന്നുണ്ട്. അതിന് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? വേനൽക്കാലം. ഉത്തരാർദ്ധഗോളത്തിലെ വേനൽക്കാലം എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. അതേപോലെ ഗ്രീഷ്മ അയനാന്തം അഥവാ സമ്മർ സോൾസ്റ്റേസ് എന്നും വിശേഷിപ്പിക്കാറുണ്ട്. ഇനി വീണ്ടും നമ്മൾ നോക്കിയാലോ, ഡിസംബർ 22 മുതൽ അല്ലേ ഡിസംബർ 22 വരെ, അതായത് നമ്മൾ പറഞ്ഞ സെപ്റ്റംബർ 23 മുതൽ അല്ലെ ഡിസംബർ 22 വരെയുള്ളൊരു കാലഘട്ടങ്ങളിൽ സൂര്യൻ എന്ന് പറയുന്നത് എവിടെയാണ്? ദക്ഷിണാർദ്ധഗോളത്തിലാണ്. അതുകൊണ്ട് അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ശൈത്യ അയനാന്തം അഥവാ വിൻ്റർ സോൾസ്റ്റേസ് എന്നാണ് നമ്മൾ വിശേഷിപ്പിച്ചത് അല്ലേ. അപ്പോൾ ഡിസംബർ 22 മുതൽ സൂര്യൻ വീണ്ടും മാർച്ച് 21 വരെയുള്ള കാലയളവിൽ ഭൂമധ്യരേഖയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയും അല്ലേ, ഈ ദിശയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അവിടെ ശൈത്യം എന്ന് പറയുന്നത് പതുക്കെ 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 വേനൽ എന്ന് പറയുന്ന ഒരു കാലമായിട്ട് മാറുകയാണ്. അങ്ങനെ വേനലിലേക്ക് അത് വഴിമാറുകയാണ്. അങ്ങനെ വേനലിലേക്ക് വഴിമാറുന്ന ആ ഒരു കാലഘട്ടമാണ് ഇവിടെയുള്ളത്. അപ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന എന്താണ്? നമുക്കൊരു സ്പ്രിംഗ് സീസൺ എന്ന് പറയുന്നതാണ് അനുഭവപ്പെടുന്നത്. ചെടികളൊക്കെ എന്ത് ചെയ്യാണ്? പതുക്കെ പതുക്കെ പുഷ്പിച്ചു വരല്ലേ. കണിക്കൊന്നകളൊക്കെ പുഷ്പിക്കുന്ന കണ്ടിട്ടില്ലേ? ഒരു ഫെബ്രുവരി മാർച്ച് മാസമൊക്കെ ആകാൻ നേരത്ത് വിഷുവിനെ വരവേൽക്കുവാൻ വേണ്ടി കണിക്കൊന്നകൾ പൂത്തുലയുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? അപ്പം അങ്ങനെ സ്പ്രിംഗ് സീസണാണ്, ചെടികൾ പുഷ്പിക്കുന്ന ഒരു വസന്തകാലമാണ്. ഇനി അതേപോലെയും വീണ്ടും നമ്മൾ നോക്കിയാൽ അടുത്ത് എന്തായിരിക്കാം? വേനലിൽ നിന്ന് ശൈത്യത്തിലേക്ക് പോകുന്നൊരവസ്ഥയുണ്ട്, തിരിച്ച് ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്ന അവസ്ഥയുണ്ട് അല്ലേ. വേനലിൽ നിന്ന്
തിരിച്ചിങ്ങോട്ടേക്ക് വരുന്ന അവസ്ഥയില്ല. അതായത് സെപ്റ്റംബർ മുതൽ ഇങ്ങോട്ട് ഡിസംബർ വരെയുള്ളൊരവസ്ഥയില്ലേ, ആ അവസ്ഥാവിശേഷം എന്ന് പറയുന്നതാണ് ഇലകൾ പൊഴിയുന്നൊരു കാലഘട്ടമാണ്. അതിനെ നമ്മൾ ഹേമന്തം എന്നാണ് പൊതുവെ പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഋതുക്കൾ എന്ന് പറയുന്നത് എങ്ങനെയാണ്? സൂര്യൻ ഉത്തരാർദ്ധഗോളത്തിൽ നിന്ന് ഭൂമധ്യരേഖയിലേക്ക് പോകുമ്പോൾ ഒരു കാലഘട്ടം, ഭൂമധ്യരേഖയിൽ നിന്ന് ഉത്തരാർദ്ധഗോളത്തിലേക്ക് വരുമ്പോൾ മറ്റൊരു സീസൺ, ഭൂമധ്യരേഖയിൽ നിന്ന് ദക്ഷിണാർദ്ധഗോളത്തിലേക്ക് വരുമ്പോൾ ഒരു സീസൺ, അല്ലേ, ദക്ഷിണാർദ്ധഗോളത്തിൽ നിന്ന് തിരിച്ച് ഭൂമധ്യരേഖയിലേക്ക് പോകുമ്പോൾ വേറൊരു സീസൺ, അങ്ങനെ മൊത്തം 4 സീസണുകളാണ് ഭൗമശാസ്ത്രകാരന്മാർ നമുക്ക് പൊതുവെ പറഞ്ഞു തരാറുള്ളത്. എന്നാൽ നമ്മൾ നോക്കിയാൽ നമുക്ക് ഇന്ത്യയിൽ ഋതുക്കളെ 6 നമുക്ക് തരംതിരിക്കാനായിട്ട് സാധിക്കും, അല്ലേ. ഇന്ത്യയിൽ നമുക്ക് ഋതുക്കളെ 6 തരംതിരിക്കാൻ സാധിക്കും. അത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തേതിന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് വസന്തകാലമെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തത് വസന്തം, അല്ലേ, ഒന്നാമത്തത് വസന്തമാണ്. വസന്തം ഏത് കാലഘട്ടമാണെന്ന് ചോദിച്ചാൽ അത് മാർച്ച് മുതൽ ഏപ്രിൽ വരെയുള്ള കാലഘട്ടത്തിനെയാണ് വസന്ത കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പം മാർച്ച് മുതൽ ഏപ്രിൽ വരെയുള്ള കാലഘട്ടത്തിനെയാണ് എന്ത് വിശേഷിപ്പിക്കുന്നത്? വസന്തകാലം എന്ന് വിശേഷിപ്പിക്കുന്നത്, അല്ലേ. ഇനി ഗ്രീഷ്മം എന്ന് പറഞ്ഞ് മറ്റൊരു കാലഘട്ടമുണ്ട്, ഗ്രീഷ്മം. ആ ഗ്രീഷ്മ കാലഘട്ടം എന്നാണ്? ജൂലൈ മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലഘട്ടത്തിനെയാണ് നമ്മൾ ഗ്രീഷ്മ കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കുന്നത്, അല്ലേ. അതായത് മെയ് മുതൽ ജൂൺ വരെയുള്ളൊരു കാലഘട്ടം, അല്ലേ. ഗ്രീഷ്മം ഏതാണ്? മെയ് മുതൽ ജൂൺ വരെയുള്ള കാലഘട്ടത്തിനെയാണ് ഗ്രീഷ്മ കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കുന്നത്. അത് വർഷമാണ്, നമുക്ക് മഴയൊക്കെ കിട്ടുന്നൊരു കാലഘട്ടം വർഷകാലം. ഈ വർഷകാലമാണ് ജൂലൈ മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലഘട്ടം. അപ്പോൾ വർഷകാലം എന്ന് വെച്ചാൽ ജൂലൈ മുതൽ ഓഗസ്റ്റ് വരെയുള്ളൊരു കാലഘട്ടമാണ് വർഷകാലഘട്ടം എന്ന് പറയുന്നത്. പിന്നെയോ അടുത്ത ശരത്കാലമുണ്ട്. ശരത്കാലം എന്ന് പറയുന്നത് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെയുള്ളൊരു കാലഘട്ടമാണ് ശരത്കാലം എന്ന് പറയുന്നത്. അപ്പോൾ സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെയുള്ള കാലഘട്ടമാണ് ശരത്കാലം. ഇനി അടുത്ത ഹേമന്തം നോക്കിയാലോ, നവംബർ ഡിസംബർ ആണ് ഹേമന്തകാലമായിട്ട് കണക്കാക്കുന്നത്. ശിശിരകാലമാണെങ്കിൽ ജനുവരി ഫെബ്രുവരി. അപ്പോൾ പൊതുവെ ഋതുക്കൾ നമ്മൾ വസന്തമെന്നും ഗ്രീഷ്മെന്നും ഹേമന്തമെന്നും ശൈത്യമെന്നും 4 എല്ലായിടത്തും തരംതിരിക്കാറുള്ളൂ. പക്ഷേ നമ്മൾ ഇന്ത്യയിൽ 6 നമുക്ക് തരംതിരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതേതൊക്കെയാണ്? മാർച്ച് മുതൽ ഏപ്രിൽ മാസം വരെ നീണ്ടു നിൽക്കുന്ന വസന്തകാലം, മെയ് മുതൽ ജൂൺ വരെ നീണ്ടു നിൽക്കുന്ന ഗ്രീഷ്മകാലം, ജൂലൈ മുതൽ ഓഗസ്റ്റ് വരെ നീണ്ടു നിൽക്കുന്ന വർഷകാലം, സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ നീണ്ടു നിൽക്കുന്ന ശരത്കാലം, നവംബർ മുതൽ ഡിസംബർ വരെ നീണ്ടു നിൽക്കുന്ന ഹേമന്തകാലം, ജനുവരി മുതൽ ഫെബ്രുവരി നീണ്ടു നിൽക്കുന്ന ശിശിരകാലം. ഇതാണ് വിവിധ ഋതുഭേദങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഋതുഭേദങ്ങളെക്കുറിച്ച് എടുത്തിരിക്കുന്ന ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട്, ശ്രദ്ധിച്ചിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. ഓൾ ദി ബെസ്റ്റ്.